ദിവിഷ, നിലവിൽ നാഗാലാൻഡിൽ കൊഹിമയിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ജനപിന്തുണ തന്നെ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നു. കൊഹിമയിലുടനീളം തന്നെ അല്പം മുൻപ് കൊഹിമ യുദ്ധ സ്മാരകത്തിലെത്തി അദ്ദേഹം പുഷ്പചക്രങ്ങളെല്ലാം തന്നെ അർപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സമയത്ത് വീരമൃത്യു വരിച്ച സൈനികർക്കെല്ലാം തന്നെയായി കൊഹിമ യുദ്ധ സ്മാരകത്തെത്തി രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ KC വേണുഗോപാൽ, ജയറാം രമേശ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും പുഷ്പചക്രം അർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കൊഹിമ നഗരത്തിലൂടെ തന്നെ രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടരുകയാണ്. മറ്റ് യാതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ ലഭിക്കാത്ത രീതിയിൽ തന്നെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പിന്തുണ ലഭിക്കുന്നു. ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര അതിന് വലിയൊരു കാരണമാകുന്നുണ്ട്. തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടി അവിടെ വലിയൊരു ബേസ് കോൺഗ്രസിന് ഉണ്ടാക്കി നൽകാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കും. ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ യാത്രയെ അനുഗമിക്കുന്ന വൻ ജനാവലി നമുക്ക് വ്യക്തമാക്കി തരുന്നത്, സാക്ഷ്യപ്പെടുത്തി തരുന്നത്. കാരണം അത്രത്തോളം വലിയൊരു ജനാവലി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ അനുഗമിക്കാൻ വേണ്ടി, ഈ യാത്രയെ ഒരു നോക്ക് കാണാൻ വേണ്ടി റോഡിന്റെ ഇരുവശത്തും ചേർന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും ബസ്സിനകത്ത് മാത്രം ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആളുകളുമായി സംവദിക്കുന്നുണ്ട്, അവരുമായി നേരിട്ട് അറിയുന്നുണ്ട്, ആളുകളെ ബസ്സിനകത്തേക്ക് ഉൾപ്പെടെ വിളിച്ച് കയറ്റുന്നുണ്ട്. അങ്ങനെ ആളുകളുമായി ഇടപഴകിക്കൊണ്ടുള്ള ഒരു യാത്ര തന്നെയാണ് രാഹുൽ ഗാന്ധി യാത്രയിൽ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ബസ്സിൽ മാത്രമായിരിക്കില്ല, ഒരു ഹൈബ്രിഡ് യാത്രയായിരിക്കും, പദയാത്രയായും അതുപോലെ തന്നെ ബസ്സിലായിട്ടും യാത്ര സംഘടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. മണിപ്പൂരിൽ നിന്നും പിന്നിട്ടതോടെ സുരക്ഷാ പ്രശ്നങ്ങൾ അത് വലിയൊരു രീതിയിൽ മാറിയിട്ടുണ്ട്. കാരണം ആ സംഘർഷബാധിത മേഖലകളെല്ലാം തന്നെ പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ആളുകളുമായി സംവദിക്കാൻ വേണ്ടി ഉള്ള ഒരു അവസരം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഉണ്ട്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് രാഹുൽ ഗാന്ധി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സാണ്. അതിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ രാഹുൽ ഗാന്ധി ഉണ്ട്. ഇരുവശത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കൈ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ ആ ഒരു സ്വീകരണം അദ്ദേഹം അതുപോലെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ്, റോഡിന്റെ ഇരുഭാഗത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നാഗാലാൻഡിലൂടെ പോകുന്ന യാത്ര അതിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് നാഗാലാൻഡ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കാണ്. യാതൊരുവിധ പ്രശ്നവുമില്ലാതെ മറ്റു സുരക്ഷാ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ നാഗാലാൻഡ് പോലീസും കേന്ദ്രസേനയും ഈ യാത്രയെ അനുഗമിച്ച് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കും സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ ബസിന്റെ ഇരുവശങ്ങളുമായി അതുപോലെ തന്നെ പുറകിലും മുന്നിലുമായി ഒപ്പം തന്നെയുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ നാഗാലാൻഡിൽ വെച്ച് തന്നെയായിരിക്കും ഈ യാത്ര അവസാനിപ്പിക്കുക. നാളെയും നാഗാലാൻഡിൽ തുടർന്ന് നാളെ വൈകിട്ടോടുകൂടി മാത്രമായിരിക്കും ജോർഹട്ടിലേക്ക്, ആസാമിലേക്ക് പ്രവേശിക്കുക. അതിനു മുമ്പ് നാഗാലാൻഡിലും ലഭിക്കുന്ന വലിയ ജനപിന്തുണ അതെല്ലാം തന്നെ ആളുകളെല്ലാം തന്നെ ഒരുപാട് കണ്ട് അവരുമായി ഇടപഴകിക്കൊണ്ടുള്ള യാത്ര മൂന്നാം ദിവസമാണ്. നാഗാലാൻഡിലൂടെ കൊഹിമയിലൂടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. സാധാരണക്കാരുമായൊക്കെ സംവദിച്ച് രാഹുൽ ഗാന്ധിയുടെ യാത്ര മുന്നോട്ട് പോകുന്നു. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.